നമസ്കാരം. സഹകരണ നിയമത്തിന് ബാധകമാകുന്ന മറ്റ് നിയമ വശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമുക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ശ്രീ ജോസഫ് ഡി മേനച്ചേരി സാറാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇനി അടുത്തതായി നമ്മൾ പഠിക്കേണ്ട വിഷയം കോൺട്രാക്റ്റാണ്. ലോ ഓഫ് കോൺട്രാക്ട് 1872 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഓരോ കോൺട്രാക്റ്റിൽ പ്രവേശിക്കപ്പെടുന്നു എന്നതാണ് സത്യം. അപ്പോൾ കോൺട്രാക്റ്റിൽ പ്രവേശിക്കപ്പെടുമ്പോൾ ഒരു സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ സിനിമാ തിയേറ്ററുകാരനും ഈ പറയുന്ന കാണാൻ പോയ വ്യക്തിയും തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. ഒരു ടൈലറുടെ അടുത്ത് ചെന്ന് ഒരു വസ്ത്രം തയ്ച്ചു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടൈലറുമായി ആ വ്യക്തി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. അതിന് ദൈനംദിന കാര്യങ്ങളിൽ എപ്പോഴും ഓരോ വ്യക്തികളും കോൺട്രാക്റ്റിൽ പ്രവേശിക്കുന്നു. അപ്പോൾ കോൺട്രാക്റ്റ് വാലിഡായി തീരണം എന്നതാണ് നമ്മളെ നിയമം പഠിപ്പിക്കുന്നത്. അങ്ങനെ കോൺട്രാക്റ്റ് വാലിഡായി തീരണമെങ്കിൽ എസെൻഷ്യൽ ഓഫ് വാലിഡ് കോൺട്രാക്റ്റ് എന്ന് സംബന്ധിച്ചുകൊണ്ട് 7 ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ഈ 7 ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് പഠിക്കണം. ആദ്യം ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ആണ് ഒരു വാലിഡ് കോൺട്രാക്റ്റിൻ്റെ ഒന്നാമത്തെ ഭാഗം. എന്താണ് ഓഫർ? എന്താണ് അക്സെപ്റ്റൻസ്? ഓഫർ നൽകപ്പെടുന്ന ആളാണ് ഓഫറർ. ഓഫർ സ്വീകരിക്കപ്പെടുന്ന ആളുടെ പേരാണ് ഓഫറി. ഓഫറർ ഒരു ഓഫർ നൽകപ്പെടുമ്പോൾ ഓഫററി അത് സ്വീകരിക്കുന്നു. അപ്പോൾ ഇവിടെ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന എസെൻഷ്യൽ ഓഫ് വാലിഡ് കോൺട്രാക്റ്റിൻ്റെ ഒന്നാമത്തെ ഘടകം പൂർത്തീകരിക്കപ്പെടുകയാണ്. ഓഫർ നൽകപ്പെടുന്ന ആളെ പ്രോമിസർ എന്നും വേണമെങ്കിൽ വിളിക്കപ്പെടാം. ഓഫറിനെ സംബന്ധിച്ച് മറ്റൊരു വാക്ക് പ്രോമിസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഓഫറർക്ക് പകരം നിൽക്കുന്ന ആൾക്ക് വേണ്ടി പ്രോമിസി എന്ന് പറയുന്നത് വിളിക്കപ്പെടാം. അങ്ങനെ പ്രോമിസ്, പ്രോമിസർ, പ്രോമിസിക്ക് നൽകപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രോമിസാണ് ഇവിടെ കോൺട്രാക്റ്റിലേക്ക് വരുന്ന പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ ഓഫർ നൽകപ്പെടുമ്പോൾ ഓഫററി ആയിട്ടുള്ള ആൾ അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന എസെൻഷ്യൽ ഓഫ് വാലിഡ് കോൺട്രാക്റ്റിൻ്റെ ഒന്നാമത്തെ ഘട്ടം പൂർത്തീകരിക്കുകയാണ്. സാധാരണ ഒരു വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹവും ഈ പറഞ്ഞ പോലെ ഒരു സിവിൽ കോൺട്രാക്റ്റാണ്. അത് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ എളുപ്പം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കോൺട്രാക്റ്റിൽ പ്രവേശിക്കപ്പെടുന്ന ഒരു ആണും പെണ്ണുമായാൽ അവർ തമ്മിൽ ഓഫററിയായി അവർ ഓഫർ നൽകുന്നു, അത് സ്വീകരിക്കപ്പെടുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ഘടകം ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് എ ലീഗൽ റിലേഷൻഷിപ്പാണ്. ഇൻറ്റൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശമാണ്. ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് എ ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് കോൺട്രാക്റ്റ് നടക്കുകയുള്ളൂ. അപ്പോൾ രണ്ട് കൂട്ടർക്കും മനസ്സിൽ എന്തുണ്ടായിരിക്കണം? ഉദ്ദേശമുണ്ടായിരിക്കണം. എന്തിനുള്ള ഉദ്ദേശം? കോൺട്രാക്റ്റ് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി സ്വീകരിക്കപ്പെട്ട ആളും ഓഫർ നൽകപ്പെട്ട ആളും തമ്മിൽ നല്ല രീതിയിൽ ഒരേ രീതിയിൽ ചിന്തിക്കുകയും ഒരേ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ വാലിഡ് കോൺട്രാക്റ്റിൻ്റെ രണ്ടാമത്തെ ഘട്ടം പൂർത്തിയാകുന്നത്. മൂന്നാമത്തത് ഈ പറയുന്ന ഫ്രീ കൺസെൻ്റാണ്. ഈ ഫ്രീ കൺസെൻ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളുടെ പ്രേരണയ്ക്ക് വിധേയമാകാതെ സ്വന്തം അഭീഷ്ടപ്രകാരം സ്വന്തം താല്പര്യപ്രകാരമായിരിക്കണം അവർ ഈ കോൺട്രാക്റ്റിൽ പ്രവേശിക്കപ്പെടേണ്ടത്.
അല്ലാത്ത പക്ഷം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രേരണയ്ക്ക് വിധേയമായി അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രേരണയ്ക്ക് വിധേയമായിക്കൊണ്ട് അല്ലെങ്കിൽ ഭീഷണിക്ക് വിധേയമായിക്കൊണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അപ്രകാരം പ്രവർത്തിക്കണം എന്ന് പറയുന്ന രീതിയിൽ കൊയർഷൻ ചെയ്യുകയോ ത്രട്ടൻ ചെയ്യുകയോ ചെയ്തുകൊണ്ട് ഏതെങ്കിലും വ്യക്തി അവരുടെ മനസ്സ് ഫ്രീ ആക്കി വിട്ട് കൊടുക്കാതെ ഈ പറയുന്ന ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ നൽകപ്പെടുന്ന കോൺട്രാക്റ്റ് ശരിയായിട്ടുള്ള വാലിഡ് കോൺട്രാക്റ്റ് അല്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രീ കൺസെൻറ്റ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ ഫ്രീ കൺസെൻറ്റിലേക്ക് നമ്മൾ ചെയ്യുന്ന കോൺട്രാക്റ്റിലെ ലോഫുൾ കൺസിഡറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കോൺട്രാക്റ്റിൽ പ്രവേശിക്കപ്പെടുന്നത്. എന്താണ് ലോഫുൾ കൺസിഡറേഷൻ? ആ ലോഫുൾ ആയിട്ടുള്ള കൺസിഡറേഷൻ്റെ അഡ്വാൻറ്റേജാണ് അത് പ്രോമിസിക്ക് നൽകപ്പെടേണ്ട ഒരു അഡ്വാൻറ്റേജാണ്. അല്ലെങ്കിൽ ആരാണോ ഓഫർ നൽകപ്പെടുന്നത് ഓഫർ സ്വീകരിക്കപ്പെടുന്ന ആൾക്ക് കിട്ടേണ്ട അഡ്വാൻറ്റേജാണ് ലോഫുൾ കൺസിഡറേഷൻ. ലോഫുൾ കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു നിയമപരമായിട്ടുള്ള എസെൻഷ്യൽ വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് സംഭവിക്കുന്നുള്ളൂ. ഫൈക്കോ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നേരത്തെ പഠിപ്പിച്ച് നിർത്തിയിരുന്ന പോർഷനിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. നമ്മൾ നേരത്തെ പഠിപ്പിച്ചിരുന്ന ഭാഗം ലോ ഓഫ് കോൺട്രാക്റ്റ് ആണ്. ലോ ഓഫ് കോൺട്രാക്റ്റിലെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത് എസെൻഷ്യൽ ഓഫ് വാലിഡ് കോൺട്രാക്റ്റ് ഉണ്ടാകണമെങ്കിൽ അതിൽ രണ്ട് വ്യക്തികൾ ഉണ്ടായിരിക്കണം. രണ്ട് വ്യക്തികൾ തമ്മിൽ കോൺട്രാക്റ്റിൽ പ്രവേശിക്കുമ്പോൾ ആ രണ്ട് വ്യക്തികൾക്ക് നൽകപ്പെടുന്ന പേരുകളാണ് ഓഫറർ ആൻഡ് ഓഫററി. ഓഫർ നൽകപ്പെടുന്ന ആരോ അയാളെ വിളിക്കപ്പെടുന്ന പേരാണ് ഓഫറർ. ആരാണോ ഈ ഓഫർ സ്വീകരിക്കപ്പെടുന്നത് ആ വ്യക്തിയെ വിളിക്കപ്പെടുന്ന പേരാണ് ഓഫററി. ഇവിടെ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് സംഭവിക്കുന്നു. അപ്പോൾ കോൺട്രാക്റ്റിലെ രണ്ടാമത്തെ ഘടകമായ ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് എ ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. നിയമപരമായിട്ടുള്ള ഒരു ബന്ധം, ആ നിയമപരമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശം ഓഫർ നൽകപ്പെടുന്ന ഓഫറർക്കും സ്വീകരിക്കപ്പെടുന്ന ഓഫററിക്കും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് നിയമപരമായിട്ടുള്ള ഒരു വാലിഡ് കോൺട്രാക്റ്റ് സംഭവിക്കുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ പോർഷനിൽ നിൽക്കുന്ന ഘടകമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺസെൻസസ് ആഡ് ഐഡം എന്നാണ് ആ വാക്കിൻ്റെ പേര്. ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് എന്നാണ് അത് അർത്ഥമാക്കപ്പെടുന്നത്. എന്താണ് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്? രണ്ട് വ്യക്തികൾ കോൺട്രാക്റ്റിൽ പ്രവേശിക്കുമ്പോൾ അവരുടെ മനസ്സ് ഒരേ രീതിയിലും ഒരേ ദിശയിലും ചിന്തിക്കണം, പ്രവർത്തിക്കണം എന്നതാണ് നാം പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അപ്പോൾ കോൺസെൻസസ് ആഡ് ഐഡിയം ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനെ ഇഡിയം എന്ന് വേണമെങ്കിലും വിളിക്കപ്പെടാം. കോൺസെൻസസ് ആഡ് ഇഡിയം എന്ന് വാക്കുകൊണ്ടും നമ്മളത് ഉദ്ദേശിക്കാം. നാലാമത്തെ കാര്യത്തിലേക്ക് കിടക്കുന്നതാണ് ഈ ഫ്രീ കൺസെൻറ്റ്. ഇവിടെയാണ് ഒരു കോൺട്രാക്റ്റ് മറ്റൊരു വഴിത്തിരിവിലേക്ക് തിരിഞ്ഞു പോകാൻ സാഹചര്യമുള്ള ഒരു കണ്ടീഷൻ. എന്താണ് ഫ്രീ കൺസെൻറ്റ്? ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റിൽ പ്രവേശിക്കുന്ന ആളുകൾ രണ്ടുപേരും അവരുടെ മനസ്സ് ഫ്രീ ആയിരിക്കണം. മറ്റുള്ള ആളുകളുടെ പ്രേരണയ്ക്ക് വഴങ്ങുകയോ മറ്റുള്ളവർ പറയുന്നത് കേട്ട് പ്രവർത്തിക്കുകയോ മറ്റുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുകയോ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ കോൺട്രാക്റ്റിൽ പ്രവേശിക്കപ്പെടുകയോ ചെയ്താൽ, അതുപോലെ തന്നെ ചതി ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി കോൺട്രാക്റ്റിൽ പ്രവേശിച്ചാൽ ഇവിടെ ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നില്ല. ഈ വഴിയിൽ കൂടെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് ചെന്ന് അവസാനിക്കുന്നത് വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന രീതിയിലായിരിക്കും. എന്താണ് വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഒന്നും കൂടിയും ഇറങ്ങി ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ചില വാക്കുകൾ പറയാം.
ആ വാക്കുകളിൽ കൂടെ ഉണ്ടാക്കപ്പെടുന്ന കോൺട്രാക്റ്റാണ് വോയിഡബിൾ കോൺട്രാക്റ്റ്. വോയിഡബിൾ കോൺട്രാക്റ്റ് ഉണ്ട്, വോയിഡ് കോൺട്രാക്റ്റ് ഉണ്ട്, ലീഗൽ കോൺട്രാക്റ്റ് ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞത് ലീഗൽ കോൺട്രാക്റ്റിൻ്റെ ഘടകങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിച്ചത്. ലീഗൽ കോൺട്രാക്റ്റിൻ്റെ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിച്ച് പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഈ പറയുന്ന ഫ്രീ കൺസെൻറ്റിലെ ഒരു വ്യക്തിയുടെ മനസ്സ് മറ്റൊരു രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നു. അത് ഏതിനെ ബന്ധപ്പെട്ട് ചിന്തിക്കുന്നു? ആ വ്യക്തി കൊയർഷൻ. എന്താണ് കൊയർഷൻ എന്ന് പറയുന്ന വാക്ക്? ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ശിക്ഷാർഹമായിട്ടുള്ളൊരു ഒഫൻസും കൂടിയാണ്. അപ്പോൾ കൊയർഷൻ എന്ന് പറയുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ മിസ്റെപ്രസെൻ്റ് ചെയ്യുക, ചതിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയൊക്കെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഈ പറയുന്ന കോൺട്രാക്റ്റിൽ പ്രവേശിക്കാൻ പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ അത്തരം കോൺട്രാക്റ്റ് വാലിഡ് അല്ല, അതെല്ലാം വോയിഡ് കോൺട്രാക്റ്റിൽ ചെന്ന് അവസാനിക്കുന്നു. ഇനി വോയിഡ് കോൺട്രാക്റ്റ് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അതിലേക്കുള്ള ഘടകങ്ങൾ, അടുത്ത ഘടകം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ പറയുന്ന അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ആ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥവും മനസ്സിലാക്കണം. അതുപോലെ തന്നെ മിസ്റെപ്രസെൻറ്റേഷൻ, ഫ്രോഡ്, മിസ്റ്റേക്ക് എന്നീ കാര്യങ്ങളും മനസ്സിലാക്കണം. എന്നിവയിൽ കൂടെ ഉണ്ടാക്കപ്പെടുന്ന കോൺട്രാക്റ്റുകളെല്ലാം ഇവിടെ വോയിഡബിൾ കോൺട്രാക്റ്റായി മാറുന്നു. നമ്മുടെ പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഒരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് വാലിഡാണോ വോയിഡാണോ വോയിഡബിൾ കോൺട്രാക്റ്റ് ആണോ എന്നുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിരുത്തി ചിന്തിച്ച് മാത്രം എഴുതിയാൽ അത് തെറ്റാതെ എഴുതാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ചോദ്യത്തിൽ നിന്നും വ്യതിചലിച്ച് ഉത്തരം മാറിപ്പോകാൻ സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത് ഇനി കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എന്ന് പറയുന്ന എസെൻഷ്യൽ ഓഫ് വാലിഡ് കോൺട്രാക്റ്റിൻ്റെ ഭാഗമാണ്. എന്താണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്? എല്ലാ വ്യക്തികൾക്കും കപ്പാസിറ്റി ഉണ്ട്. അത് മേജറായി തീരുമ്പോൾ മാത്രമാണ് കപ്പാസിറ്റി വരുന്നത്. ഒരാൾക്ക് 18 വയസ്സ് പൂർത്തീകരിച്ച് അയാൾ ഒരു വ്യക്തിയായി തീരുമ്പോൾ മാത്രമാണ് അയാൾക്ക് കോൺട്രാക്റ്റിൽ പ്രവേശിക്കാനുള്ള കഴിവുള്ളത്. ഒരു വിഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ നമുക്ക് മെജോറിറ്റി വന്നാൽ മാത്രമാണ് നിയമത്തിൻ്റെ മുമ്പിൽ അതിന് സാധുത ഉണ്ടാകുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ കോൺട്രാക്റ്റിൻ്റെ ഭാഗമായി ഇവിടെ ഒരു മൈനർ ഉണ്ടാക്കുന്ന കോൺട്രാക്റ്റ് എന്തായി മാറുന്നു? അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു മൈനർ പ്രവേശിക്കപ്പെടുന്ന കോൺട്രാക്റ്റ് വോയിഡാണോ വോയിഡബിൾ ആണോ വാലിഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഉത്തരം മനസ്സിലാക്കേണ്ടത് ഒരു മൈനർ പ്രവേശിക്കുന്ന കോൺട്രാക്റ്റ് എല്ലായ്പ്പോഴും എന്തായി മാറുന്നു? വോയിഡായി മാറുന്നു. ഇനി അതുപോലെ നമ്മൾ ചില മന്ദബുദ്ധികളായിട്ടുള്ള അല്ലെ ലുനാറ്റിക്സ്, ഇഡിയറ്റ്സൊക്കെ ആയിട്ടുള്ള വ്യക്തികൾക്ക് ഒരിക്കലും ഒരു കോൺട്രാക്റ്റിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന് നമ്മളെ ഈ പറയുന്ന കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എന്ന് പറയുന്ന നിയമപ്രകാരം നമ്മൾ പഠിക്കുന്നു. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇവരെ ലുനാറ്റിക് ആയിട്ടുള്ള ആളുകൾ കോൺട്രാക്റ്റിൽ പ്രവേശിച്ചാൽ അത് വാലിഡ് ആകുമോ എന്ന് പറഞ്ഞ ചില ലൂസിഡ് ഇൻ്റർവെൽസ്, ചില സമയങ്ങളിൽ അവർക്ക് ഭ്രാന്തൊന്നും ഇല്ലാതെ നല്ല മനസ്ഥിതിയോട് കൂടിയിരിക്കുന്ന സമയങ്ങളിൽ ചില കോൺട്രാക്റ്റിൽ പ്രവേശിക്കുമ്പോൾ അത് വാലിഡാകും. പക്ഷേ ഇവർ മാനസികമായിട്ട് വളരെ തളർന്ന് സ്ഥിരബുദ്ധിയില്ലാതെ ഇരിക്കുന്ന, ചിത്തഭ്രമത്തോടു കൂടിയിരിക്കുന്ന ആ സമയങ്ങളിലുള്ള കോൺട്രാക്റ്റ് എല്ലാം എന്തായി മാറുന്നു? അപ്പോൾ അത് വോയിഡായി മാറുന്നു. ഈ കാര്യം ഇവിടെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്തുകൊണ്ട് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി ഉത്തരം എഴുതണം എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത ഘടകമാണ് നമ്മൾ ലോഫുൾ കൺസിഡറേഷൻ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് നേരത്തെ പറഞ്ഞതാണ്. എങ്കിലും ഈ കോൺട്രാക്റ്റിൽ നമ്മൾ എപ്പോഴും കാണേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് രണ്ട് വ്യക്തികൾ കോൺട്രാക്റ്റിൽ പ്രവേശിക്കുന്നത്? ലോഫുള്ളായിട്ടുള്ള കൺസിഡറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലോഫുൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഒരു അഡ്വാൻറ്റേജാണ്. അതൊരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് കിട്ടേണ്ട അഡ്വാൻറ്റേജാണ്. രണ്ട് വ്യക്തികൾ അത് പ്രവേശിക്കുമ്പോൾ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് അത് മാറിപ്പോകുന്നു. അത് കിട്ടുന്നതിന് ആ മാറിപ്പോകുന്ന അഡ്വാൻറ്റേജിനാണ് ഇവിടെ കൺസിഡറേഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയുള്ള കൺസിഡറേഷൻ ആയിരിക്കണം? ആ കൺസിഡറേഷൻ
ലോഫുള്ളായിട്ടുള്ള കൺസിഡറേഷനുമായിരിക്കണം എന്നുള്ള വസ്തുത കൂടി നമ്മ സ്മരിക്കാൻ പാടില്ല, ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ഘടകം ലോഫുൾ ഓബ്ജക്റ്റാണ്. ലോഫുൾ ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത് ഏത് കോൺട്രാക്റ്റ് നടത്തപ്പെടുന്നതും നമുക്ക് നിയമപരമായിട്ടുള്ള ഓബ്ജക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടി ഒരിക്കലും കോൺട്രാക്റ്റിൽ പ്രവേശിക്കാൻ പാടില്ല. ലീഗലായിട്ട് നടത്തപ്പെടേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കോൺട്രാക്റ്റിൽ നമ്മൾ പ്രവേശിക്കുന്നത്. അത് ലോഫുൾ ഓബ്ജക്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമായിരിക്കണം. അതും കൂടി നമ്മൾ ശ്രദ്ധയിൽ വരണം. ഈ പറയുന്ന കാര്യങ്ങളാണ് എസെൻഷ്യൽ ഓഫ് വാലിഡ് കോൺട്രാക്റ്റായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിനിടയിൽ നേരത്തെ പറഞ്ഞു പോയിട്ടുള്ള വോയിഡബിൾ കോൺട്രാക്റ്റിൻ്റെ കാര്യം മറന്നു പോകരുത്. എവിടെയാണ് വോയിഡബിൾ കോൺട്രാക്റ്റ് സംഭവിക്കുന്നത്? ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്ന വാലിഡ് കോൺട്രാക്റ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമായ ഫ്രീ കൺസെൻറ്റിലെ കോൺട്രാക്റ്റിൽ പ്രവേശിക്കുന്ന രണ്ട് വ്യക്തികളിൽ ഒരാളുടെ മനസ്സ് ഇത്തരത്തിലെ കൊയർഷൻ ചെയ്യാനോ മിസ്റെപ്രസെൻറ്റേഷൻ ചെയ്യാനോ ഫ്രോഡ് ചെയ്യാനോ മിസ്റ്റേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുകയോ ചെയ്താൽ ഈ വഴിക്കെല്ലാം നേടിയെടുക്കുന്ന കോൺട്രാക്റ്റ് വോയിഡബിൾ കോൺട്രാക്റ്റ് ആയിരിക്കും എന്ന് ഞാൻ ഊന്നിപ്പറയുകയാണ്. വീണ്ടും ശ്രദ്ധിക്കാനുള്ളത് കൊണ്ടാണ് അത് ഊന്നിപ്പറയുന്നത്. ശ്രദ്ധിക്കണം, അങ്ങനെ ഉണ്ടാകുന്ന കോൺട്രാക്റ്റ് വോയിഡബിൾ കോൺട്രാക്റ്റ് ആണെന്ന് നമ്മൾ മനസ്സിലായിരിക്കണം. ഒരു ക്വസ്റ്റ്യനിൽ ട്വിസ്റ്റ് ചെയ്യപ്പെടുന്നൊരു ഭാഗം അതാണ്. അതുപോലെ മൈനറുടെ കോൺട്രാക്റ്റ് എന്തായി മാറുന്നു? വാലിഡ് അല്ല, വോയിഡ് കോൺട്രാക്റ്റ് ആണ്. മൈനർ പിന്നീട് ബിക്കം എ മേജർ, ആ സമയത്ത് ഉണ്ടാക്കുന്ന കോൺട്രാക്റ്റ് ആണെങ്കിൽ വാലിഡ് ആണ്. നേരെ മറിച്ച് മൈനർ എൻ്റർ ചെയ്യപ്പെട്ട ഒരു കോൺട്രാക്റ്റ് ആണെങ്കിൽ അത് വാലിഡ് കോൺട്രാക്റ്റ് അല്ല, അത് വോയിഡ് കോൺട്രാക്റ്റ് ആണെന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ അൺസൗണ്ട് മൈൻഡായിട്ടുള്ള ആളുകൾ ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതും എന്ത് കോൺട്രാക്റ്റാണ്? വോയിഡ് കോൺട്രാക്റ്റാണ്. പക്ഷേ അൺസൗണ്ട് മൈൻഡായിട്ടുള്ള ആളുകൾക്ക് ചില സമയങ്ങളിൽ ലൂസിഡ് ഇൻ്റർവെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് ചില സമയങ്ങളിൽ മാനസിക പിരിമുറുക്കമോ അല്ലെങ്കിൽ ചിത്തഭ്രമോ ഇല്ലാതെ നല്ല മനസ്സോടുകൂടി ഇരിക്കുന്ന സമയങ്ങളിൽ, നല്ല ബുദ്ധിയോടുകൂടിയിരിക്കുന്ന വേളകളിൽ ഏർപ്പെടുന്ന കോൺട്രാക്റ്റ് എല്ലാം എന്തായി മാറുന്നു? ഇവിടെ വാലിഡ് കോൺട്രാക്റ്റായി മാറുന്നു. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇതുമായി ബന്ധപ്പെട്ട് തുടർന്ന് വരുന്ന കാര്യങ്ങളാണ് സ്പെഷ്യൽ കോൺട്രാക്റ്റ് സബ്ജക്റ്റുമായി വരുന്ന ഈ പറയുന്ന കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെമിനിറ്റി സെക്ഷൻ 124 അതുപോലെ തന്നെ സെക്ഷൻ 126 പ്രകാരം കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി, ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കോൺട്രാക്റ്റാണ്. സാധാരണ നമ്മുടെ ഇടയിലെ ഈ ജനമധ്യങ്ങളിലെ പല ആളുകൾ പല സർവീസുകൾ ചെയ്യപ്പെടുന്നതും എല്ലായ്പ്പോഴും കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെമിനിറ്റിയുടെ ഭാഗമായിട്ടാണ്. ഇൻഡെമിനിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലെ ഒരു ആൾക്കൊരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ നഷ്ടത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം ഞാൻ വഹിച്ചു കൊള്ളാം, അല്ലെങ്കിൽ അത് തീർത്തു കൊള്ളാം, അതിൻ്റെ നഷ്ടപരിഹാരമോ അല്ലെങ്കിൽ നഷ്ടങ്ങളോ എല്ലാം ഏറ്റെടുത്ത് തീർത്തു കൊള്ളാം എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റ്. നമ്മുടെ ജനത്തിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ പ്രാബല്യത്തിലിരിക്കുന്ന ഇൻഷുറൻസ്, അത്തരത്തിലെ ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ അതിലെ ഈ പറയുന്ന ഇൻഡെമിനിറ്റി ചെയ്യപ്പെടുന്നൊരു കാര്യം അതുതന്നെയാണ്. അപ്പോൾ ഇൻഡെമിനിറ്റി കോൺട്രാക്റ്റും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഇപ്രകാരമാണ് ആ രണ്ട് വ്യക്തികൾ തമ്മിൽ കോൺട്രാക്റ്റിലേക്ക് കയറുമ്പോൾ സംഭവിക്കുന്നത്. ആ വ്യക്തി ഉണ്ടാക്കുന്ന നഷ്ടമോ അല്ലെങ്കിൽ മറ്റൊരു ആൾ ഉണ്ടാക്കുന്ന നഷ്ടമോ അത് ഞാൻ തീർത്തു കൊള്ളാം, അതിൽ നിന്ന് ഞാൻ സേവ് ചെയ്ത് കൊള്ളാം എന്ന് പറഞ്ഞ് ഉറപ്പ് നൽകുന്നൊരു കോൺട്രാക്റ്റാണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെമിനിറ്റി. ഇനി അടുത്തൊരു കോൺട്രാക്റ്റ് സെക്ഷൻ 126 പ്രകാരം കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയാണ്. എന്താണ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി? ഇവിടെ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്ന കാര്യത്തിൽ 3 കോൺട്രാക്റ്റാണ് സംഭവിക്കുന്നത്. സാധാരണ ബാങ്കുകളിലും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലും നടത്തപ്പെടുന്ന ഒരു ഡീലാണ് ഈ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി. ഗ്യാരണ്ടിയിൽ എന്ന് പറയുന്നത് ഷുവർട്ടിക്കാണ് ഏറ്റവും പ്രാധാന്യം. ഷുവർട്ടി എന്ന് പറയുന്ന ആളുടെ ബലത്തിലാണ് ഏത് കാര്യങ്ങളും പ്രവർത്തിക്കുന്നത്.
പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തി മറ്റേ ക്രെഡിറ്ററുടെ കയ്യിൽ നിന്നും പൈസ കടം വാങ്ങിക്കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ഡെപ്റ്ററും ക്രെഡിറ്ററും കഴിഞ്ഞാൽ മറ്റു വരുന്ന മൂന്നാമതൊരുവനായിട്ടുള്ള ഷുവർട്ടിയുടെ ബലത്തിലാണ് ഈ കോൺട്രാക്റ്റ് സംഭവിക്കുന്നത്. ആ ഷുവർട്ടിയുടെ ബലത്തിലും ഉറപ്പിലും പ്രിൻസിപ്പൽ ഡെപ്റ്റർ ക്രെഡിറ്ററുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിഫാൾട്ട് വരുത്തി കഴിഞ്ഞാൽ ആ ഡിഫാൾട്ടിന് ഉത്തരം പറയേണ്ടതും ബാധ്യത തീർക്കേണ്ടതും ആരാണ് എന്ന ചോദ്യത്തിന് ഷുവർട്ടിയാണ് എന്ന് നമ്മൾക്കിവിടെ വ്യക്തമായി പറയുന്നു. അങ്ങനെ മൂന്നാളുകൾ കൂടി ചേർന്നൊരു കോൺട്രാക്റ്റാണ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി. സ്പെഷ്യൽ കോൺട്രാക്റ്റാണ്. സെക്ഷൻ 126 ഇതിനെ സംബന്ധിച്ച് നിയമത്തിൽ അനുശാസിക്കുന്നു. ഈ രണ്ട് കോൺട്രാക്റ്റും നിങ്ങൾ പഠിപ്പിക്കുന്നതും പഠിക്കേണ്ടതും അത്യാവശ്യം എന്താണ്? നിങ്ങൾ ഈ മേഖലയിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഇപ്പോഴെ തന്നെ നിങ്ങളെ പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്നത്. അടുത്ത വിഷയത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റ്, അതുപോലെ തന്നെ കോൺട്രാക്റ്റ് ഓഫ് പ്ലഡ്ജ്. ഇതും മറ്റൊരു സ്പെഷ്യൽ കോൺട്രാക്റ്റിൻ്റെ ടൈപ്പാണ്. എന്താണ് ഈ പറയുന്ന ബെയിൽമെൻറ്റ്? ഡെലിവറി ഓഫ് ഗുഡ്സ്, ആ സാധനങ്ങൾ എത്തിച്ചു കൊടുത്ത് ഒരു പ്രത്യേക രൂപത്തിൽ പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി സാധൂകരിച്ച് അത് പൂർത്തീകരിക്കുമ്പോഴാണ് ഈ പറയുന്ന ബെയിൽമെൻറ്റ് എന്ന് പറയുന്ന കോൺട്രാക്റ്റ് സംഭവിക്കുന്നത്. സ്പെഷ്യൽ കോൺട്രാക്റ്റിൻ്റെ സെക്ഷൻ 148 പ്രകാരം ഇത് ഡിഫൈൻ ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? ഈ ഡെലിവറി ഓഫ് ഗുഡ്സ് സാധാരണ രീതിയിൽ നൂല് കൊടുത്ത് വസ്ത്രം ഉണ്ടാക്കുക, വസ്ത്രം കൊടുത്ത് ഷർട്ട് ഉടുപ്പുകൾ നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന രൂപത്തിലല്ല തിരിച്ചു കിട്ടുന്നത്. കൊടുക്കുന്നത് നൂലാണെങ്കിൽ ആ നൂല് മാറ്റപ്പെട്ട് നൂല് വസ്ത്രമായി മാറുകയും വസ്ത്രം കൊണ്ട് വേറൊരാളെടുത്ത് മറ്റൊരു ഡീല് നടത്താൻ വേണ്ടി കോൺട്രാക്റ്റിൽ പ്രവേശിക്കുമ്പോൾ അത് തയ്ച്ച് ഉടുപ്പുകളായിട്ടും ഷർട്ടുകളായിട്ടും മറ്റുള്ള നമ്മൾ ധരിക്കാൻ വേണ്ട വസ്ത്രങ്ങളായിട്ടും മാറപ്പെടുമ്പോൾ അവിടെ മറ്റൊരു കോൺട്രാക്റ്റാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ സെക്ഷൻ 148 ഡിഫൈൻ ചെയ്യപ്പെടുന്ന ബെയിൽമെൻറ്റ് എന്ന് പറയുന്ന കോൺട്രാക്റ്റ് ഇവിടെ സംഭവിക്കുമ്പോൾ ഇവിടെ അതിൽ രണ്ട് വ്യക്തികൾ ഉണ്ടാകുന്നു. സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസ് ഉണ്ടായിരിക്കണം എന്നതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഇനി നമ്മൾ പ്ലഡ്ജിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ പ്ലഡ്ജിൽ എന്തു പറയുന്നു? ഏതെങ്കിലും ബാങ്കുകളിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ നമ്മൾ സ്വർണം പണയം വയ്ക്കുന്നു. സ്വർണം പണയം വെച്ച് കഴിഞ്ഞാൽ ആ സാധനം ഇതുപോലെ നമ്മൾ എത്തിച്ചു കൊടുത്തു. തിരിച്ചെടുക്കുമ്പോൾ നമ്മൾ നൽകപ്പെടുന്ന ആ പറയുന്ന ഗോൾഡിന് ആണ് ഏറ്റവും പ്രത്യേകത. അതിൻ്റെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പൈസ തരുന്നതും സഹായിക്കുന്നതും. അങ്ങനെ വരുമ്പോൾ ഈ സ്വർണം നമ്മൾ പണയപ്പെടുത്തുന്ന ആ രീതിയെ ഇവിടെ പ്ലഡ്ജ് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ കോൺട്രാക്റ്റായിട്ട് കാണണം. ഇത് ശരിക്കു പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ദ ബെയിൽമെൻറ്റ് ഓഫ് ഗുഡ്സ് ആസ് സെക്യൂരിറ്റി ഫോർ പേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് പെർഫോമൻസ് ഓഫ് ദ പ്രോമിസ് ഈസ് കോൾഡ് പ്ലഡ്ജ് എന്നാണ് നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കണം. വളരെ കൃത്യതയോടുകൂടി ഈ ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. സംഗതി സിമ്പിളാണ്, പക്ഷേ കാര്യം ഗൗരവമുള്ളതാണെന്നും കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഈ കാര്യങ്ങളെല്ലാം പഠിച്ച് നമ്മൾ മുന്നോട്ട് പോകുവാൻ. ഇതെല്ലാം സ്പെഷ്യൽ കോൺട്രാക്റ്റിൻ്റെ വിഭാഗത്തിൽ പെടുന്നു. ഇതുവരെ ഇൻ്റർനാഷണൽ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു, കമ്മിറ്റിയുടെ കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ പ്രതിപാദിച്ചിരുന്നു. ഇനി വരുന്നത് ഇന്ത്യയിലുള്ള കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിനെ കുറിച്ചാണ്. കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻ ഇന്ത്യ ആദ്യമായിട്ട് 1914 മദ്രാസ് പ്രൊവിൻസിലാണ് സഹകരണ മേഖലയെക്കുറിച്ച് ട്രെയിനിങ്ങിനെക്കുറിച്ച് പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിച്ചത്. 1914 മദ്രാസ് പ്രൊവിൻസ് ആണ് പറയുന്നത്. പിന്നീട് 1935 വീണ്ടും റോയൽ കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷൻ അതിനെക്കുറിച്ച് പഠിച്ചു. ആ റിപ്പോർട്ടും നമുക്ക് കൂടുതൽ പഠിക്കാനില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാണ്ടിരുന്നത്. 1946 കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കുകയും ഇതിൻ്റെ ട്രെയിനിങ്ങിനെ കുറിച്ച് പഠിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത് 1946 എന്നാൽ
ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം വന്ന 1953 സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. 1953 എന്നു ഒരു സെൻട്രൽ കമ്മിറ്റി തന്നെ നിലവിൽ വന്നു. കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി സെൻട്രൽ കമ്മിറ്റി നിലവിൽ വന്നു. ആ കമ്മിറ്റിയെ നിയമിച്ചത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും RBIയും കൂടി ചേർന്നായിരുന്നു. സെൻട്രൽ ഗവൺമെൻറ്റും RBIയും കൂടി ചേർന്ന് 1953 സെൻട്രൽ കമ്മിറ്റി. ഇപ്പോൾ 1953 സെൻട്രൽ ഗവൺമെൻറ്റും RBI കൂടി കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി കമ്മിറ്റിയെ നിയോഗിച്ചു എന്നാണ് പറയുന്നത്. ഈ കമ്മിറ്റിയെ നിയോഗിക്കാനുള്ള കാരണം സഹകരണ മേഖലയുടെ വളർച്ചയ്ക്ക് ഈ സഹകരണ എഡ്യൂക്കേഷൻ ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഗവൺമെൻറ് അങ്ങനെ ഒരു കമ്മിറ്റിയെ നിയമിച്ചത്. ഇനി 1954 ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി കണ്ടെത്തിയ ഒരു നിഗമനം എന്താണെന്ന് വെച്ചാൽ സഹകരണ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഇന്ത്യൻ സഹകരണ മേഖല തകരുന്നത് എന്നാണ് ആ കമ്മീഷൻ നിർദ്ദേശിച്ചത്. അതായത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കമ്മിറ്റിയാണ്. ഗ്രാമീണ മേഖലയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി പഠിച്ച റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് 1954 അവർ പറഞ്ഞത് സഹകരണ മേഖലയുടെ തകർച്ച എന്ന് പറഞ്ഞാൽ സഹകരണ നിയമങ്ങളെക്കുറിച്ചോ പ്രവർത്തനത്തെക്കുറിച്ചോ സാധാരണക്കാർക്ക് ഒരു അറിവുമില്ല എന്നുള്ളതാണ് അത് അവരുടെ കണ്ടെത്തൽ എന്നുള്ളത്. 1956 കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിനെ കുറിച്ചൊരു കൊളംബോ പ്ലാൻ തന്നെ റെക്കമെൻഡ് ചെയ്തിരുന്നു. ഇനി 1960 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിനിങ്ങിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ട്രെയിനിങ് കൂടുതലായിട്ട് കിട്ടുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ നിയമിച്ചു 1960. ആ ടീമാണ് ആദ്യമായിട്ട് പറഞ്ഞത് അല്ലെങ്കിൽ ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്തത് നാഷണൽ ബോർഡ് ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്ന് പറയുന്ന സംവിധാനം കളഞ്ഞ് പകരം സെൻട്രൽ കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഉണ്ടാക്കണം. അതുവരെ ഉണ്ടായിരുന്നത് നാഷണൽ ബോർഡ് ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്നുള്ള ഇംഗ്ലീഷുകാർ തുടങ്ങി വെച്ച ഒരു സംവിധാനമാണ്. ആ സംവിധാനം റദ്ദാക്കുകയും അതിന് പകരം സെൻട്രൽ കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കിയെടുക്കുകയും വേണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. അതനുസരിച്ച് ഗവൺമെൻറ് തീരുമാനമെടുത്തു. ആ തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണ്? സംസ്ഥാന സഹകരണ മന്ത്രിമാരുടെ മീറ്റിങ്ങിൽ ഗവൺമെൻറ് ഈ പ്രപ്പോസൽ വെച്ചു. സംസ്ഥാന സഹകരണ മന്ത്രിമാരുടെ മീറ്റിങ്ങിൽ അവരാണ് തീരുമാനം അംഗീകരിച്ചത്. അവർ പറഞ്ഞത് കോപ്പറേറ്റീവ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷന് വേണ്ടി ഗവൺമെൻറ്റുകളുടെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിനെ ചുമതലപ്പെടുത്തണം. സഹകരണ മേഖലയുടെ വളർച്ച വിദ്യാഭ്യാസമൊക്കെ ഉയർത്തിയെടുക്കുന്നതിന് വേണ്ടി സഹകരണ വകുപ്പിനെ ഏൽപ്പിക്കണമെന്ന് അവർ നിർദ്ദേശിച്ചു. അതേപോലെ JDC ട്രെയിനിങ് സെൻറ്ററുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചു. JDC എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ. ആ സെൻറ്ററുകൾ ആരംഭിക്കാൻ നിർദ്ദേശിച്ചു. അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തണം, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. JDC സെൻറ്ററുകൾ ആരംഭിക്കണം. ആ JDC സെൻറ്ററുകളുടെ പൂർണ്ണമായ നിയന്ത്രണം സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തണമെന്ന് നിർദ്ദേശിച്ചു. ഇതിന് ആരുടെയൊക്കെ സപ്പോർട്ട് വേണം? സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും സപ്പോർട്ട് കൊടുക്കണം. മൂന്നാമത് തീരുമാനിച്ചത് എന്താ? ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഓൾ ദി ഇന്റർമീഡിയറ്റ് കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു സ്റ്റേറ്റ് യൂണിയൻ. ഇപ്പം നിലവിലുള്ള എല്ലാ ഇൻ്റർമീഡിയറ്റ് ട്രെയിനിങ് സെൻറ്ററുകളുടെയും പ്രവർത്തനങ്ങളൊക്കെ SUന് മാറ്റണം. ദ വർക്ക് ഓഫ് ദി സെൻറ്റർ ഷാൽ ബി ട്രാൻസ്ഫേർഡ് ആൻഡ് എൻട്രസ്റ്റഡ് ടു NCUI, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കൈമാറുകയും വേണം. സീനിയർ പേഴ്സണൽ ട്രെയിനിങ് ഷാൽ ബി കണ്ടക്റ്റഡ് ആൻഡ് പെർഫോംഡ് ബൈ സെൻട്രൽ ഓർഗനൈസേഷൻ. സീനിയർ ഓഫീസേഴ്സിനുള്ള എല്ലാ ട്രെയിനിങ്ങും ഇന്ന വിങ്ങാണ് നടത്തുക. ടീച്ചിങ് കോപ്പറേറ്റീവ് സ്കൂൾ ലെവൽ. പിന്നെ കമ്മീഷണർ ആ സ്റ്റേറ്റ് കോൺഫറൻസ് തീരുമാനിച്ചത് സഹകരണ പ്രവർത്തനങ്ങളെ കുറിച്ച് സ്കൂൾ ലെവലിൽ തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് അതിലുണ്ടായത് എഡ്യൂക്കേഷൻ ഫണ്ട് രൂപീകരിക്കണം. എല്ലാ സൊസൈറ്റികളും എഡ്യൂക്കേഷൻ ഫണ്ട് ഉണ്ടാക്കണം. അത് വ്യക്തമായി ഉണ്ടാകണം. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ലോ പോലെ അവർ നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിനെക്കുറിച്ച് 1973 ഈ പഠനങ്ങൾ വ്യാപകമാക്കുന്നതിന് വേണ്ടി ഒരു എക്സ്പെർട്ട് ഗ്രൂപ്പ് നിയമിച്ചിരുന്നു. ആ ഗ്രൂപ്പിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. അപ്പം 1973 കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറഞ്ഞ ഡോക്ടർ MS സ്വാമിനാഥനാണ്. അദ്ദേഹം എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, റിസർച്ച് എന്ന് 3 കാര്യങ്ങളെക്കുറിച്ചാണ് പഠിച്ച് ആ കമ്മിറ്റി റെക്കമെൻഡേഷൻ വെച്ചത്. ആ റെക്കമെൻഡേഷൻ പിന്നീട് അബിഡൻ കമ്മിറ്റി ഭേദഗതി ചെയ്തു. ആ ഭേദഗതി ചെയ്ത കാര്യങ്ങൾ ഞാൻ താഴെ പറയുന്ന രീതിയിലാണ്.
ഒന്ന്, ദ കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഹാസ് ബീൻ റീനെയിംഡ് ആസ് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. അതായത് ഇപ്പം നിലവിലുള്ള കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ കമ്മിറ്റിയെ മാറ്റി അതിനെന്താക്കി മാറ്റണം? NCCT. അതാണ് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന അടുത്ത ഏറ്റവും വലിയ ടോപ്പിക്ക്. NCCT എന്താ അതിൻ്റെ ടോപ്പിക്ക്? നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. ഇത് രൂപീകരിക്കാൻ സംസ്ഥാന മന്ത്രിമാരുടെ യോഗം നിർദ്ദേശിച്ചിരുന്നു. സ്വാമിനാഥൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം നിലവിലുണ്ടായിരുന്ന കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിനും പേര് മാറ്റി പകരം പുതിയ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നു. ആ സംവിധാനത്തെ നമ്മൾ പറയുന്ന പേരാണ് NCCT, നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്നാണ്. ഇതിൻ്റെ ഓഫീസ് ബെയറേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് ഓഫ് ദി NCCT റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫ്രം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ. അപ്പോൾ ഈ സംവിധാനത്തെ ഭരണം നടത്തുന്നതിന് ആവശ്യമായി സംസ്ഥാന സഹകരണ യൂണിയനുകളെയും അതേപോലെ സെൻട്രൽ സഹകരണ യൂണിയൻ്റെയും അംഗങ്ങളെ കൂട്ടിച്ചേർത്ത് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. NCCT will examine training and by seeking financial help from central government, NCDC, LIC, ARDC, SBI. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? NCCT ആയിരിക്കും ഇതിന് വേണ്ട പരീക്ഷകളും ട്രെയിനിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുക, എക്സാമിനൊക്കെ നടത്തുക. ഇതിന് വേണ്ടിയുള്ള ഫിനാൻഷ്യൽ ഹെൽപ്പ് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കും, RBI കൊടുക്കും, NCDC കൊടുക്കും, LIC കൊടുക്കും, അതേപോലെ SBI കൊടുക്കും. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ സംവിധാനം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ സഹകരണ മേഖലയുടെ ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് എന്താണ് NCCT? നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്നുള്ളതാണ്. ഇനി നമുക്കതിൻ്റെ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ നോക്കാം. NCCTയുടെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വരുന്നത് NCCT. എന്താണ് NCCT എന്നുള്ളത് നോക്കുക. ഇതിൻ്റെ ട്രെയിനിങ് തുടങ്ങുന്നത് സാധാരണ രീതിയിൽ NCUI എന്നാണ്, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇതിൻ്റെ കീഴിൽ വരുന്ന ആദ്യത്തെ സംവിധാനമാണ് NCCT. പിന്നെ അതേപോലെ ഇതിൽ വരുന്നത് പബ്ലിസിറ്റി ആൻഡ് പ്രൊപ്പഗണ്ടയാണ്. പിന്നെ വരുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. ഇങ്ങനെയാണ് ഈ സംവിധാനം വരിക. ഇതിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയ സ്ഥാപനങ്ങളാണ് വമനിഗോം, അതേപോലെ റിസീംസ്, ICM, NCCE. ഇതിൻ്റെ കീഴിലാണ് നമുക്ക് MEP, അതേപോലെ കോപ്പറേറ്റീവ് സെൻട്രൽ കോളേജ്, ഇതിൻ്റെ കീഴിൽ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. ഇതാണ് സംവിധാനം. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. NCUI, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇവരാണ് ഇതിൻ്റെ തലപ്പത്ത് സംവിധാനം. ഇവരുടെ അടിയിൽ എന്താണ് NCCT, നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. പിന്നെ ഇവർ ചെയ്യുന്ന കാര്യം എന്താ? പബ്ലിസിറ്റി ആൻഡ് പ്രൊപ്പഗണ്ട. സഹകരണ മേഖലയെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ അവബോധം ഉണ്ടാക്കാൻ വേണ്ടി പബ്ലിസിറ്റിയും പ്രൊപ്പഗണ്ടയും ഇറക്കുക. പിന്നെ വരുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, കർണാടക, അങ്ങനെ വരും കോപ്പറേറ്റീവ് യൂണിയൻ. ഇനി ഇതിന് താഴെ വരുന്നതാണ് വമനിഗോം എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ സെൻറ്റർ, റിസിം എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സെൻറ്റർ, ICM, NCC എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സെൻറ്റർ. ഇതിന് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ കീഴിൽ വരുന്നത് ഏതൊക്കെയാണ്? കോപ്പറേറ്റീവ് കോളേജ്. കോപ്പറേറ്റീവ് കോളേജ് മീൻസ് കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ്, സെൻറ്റർ കോളേജ്, റീജിയണൽ കോളേജ് എന്നൊക്കെ പറയുന്നവരൊക്കെ ഇതിൻ്റെ കീഴിൽ വരും. അതിന് കീഴിൽ സർക്കിൾ യൂണിയനുകൾ വരും. അതേപോലെ എന്ത് വരും? MEP എന്ന് പറയുന്ന സംവിധാനം കൂടി വരും. ഇനി നമ്മളിത് ഓരോന്നായിട്ട് നോക്കുകയാണ്. ഒന്ന്, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ 1929. പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണ്. NCUI സ്ഥാപിച്ചത് 1929, 1929 ആദ്യമായിട്ട് സ്ഥാപിച്ചത്. ആദ്യത്തെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപിക്കുന്ന സമയത്ത് നമുക്കറിയാം ഇന്ത്യൻ ഗവൺമെൻറ് അല്ല, ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ്. അന്നത്തെ പേര് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് അസോസിയേഷൻ എന്നായിരുന്നു. അന്നത്തെ പേര് ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് അസോസിയേഷൻ എന്നായിരുന്നു.
1949 അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്തത് ഇന്ത്യൻ പ്രൊവിഷണൽ കോപ്പറേറ്റീവ് ബാങ്ക് അസോസിയേഷനെയും ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് അസോസിയേഷനെയും കൂട്ടിച്ചേർത്ത് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ രൂപീകരിച്ചു. നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ രൂപീകരിച്ചു. ഇന്ത്യൻ കോപ്പറേറ്റീവ് യൂണിയനാണ് ആദ്യം വന്നത്. ആ ഇന്ത്യൻ കോപ്പറേറ്റീവ് യൂണിയൻ ആരംഭിച്ചു, അല്ലെങ്കിൽ പേരെടുത്തു. എങ്ങനെയാണ് എടുത്തത്? 2 സാധനങ്ങൾ അമാൽഗമേറ്റ് ചെയ്തു. അമാൽഗമേഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കൂടിച്ചേരുക. 2 സ്ഥാപനങ്ങൾ കൂട്ടിച്ചേർത്ത്. ഒന്നേതാ? ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് അസോസിയേഷനെയും ഇന്ത്യൻ പ്രൊവിഷണൽ കോപ്പറേറ്റീവ് ബാങ്ക് അസോസിയേഷനെയും കൂട്ടിച്ചേർത്ത് ഇന്ത്യൻ കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുന്ന ഒരു വിങ് 1949 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഉണ്ടാക്കി. പേരെന്താ? ഇന്ത്യൻ കോപ്പറേറ്റീവ് യൂണിയൻ. 1961 ഇന്ത്യൻ കോപ്പറേറ്റീവ് യൂണിയനെ പേര് മാറ്റി നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ എന്ന പേര് കൊണ്ടുവന്നു. അപ്പോൾ നമുക്കറിയാം ഗവൺമെൻറ് എല്ലാ സ്ഥാപനങ്ങൾക്കും വരുന്ന പേര് നാഷണൽ എന്നാണ്. അപ്പോൾ 1961 നാഷണൽ കോപ്പറേറ്റീവ് യൂണിയനാക്കി ഇന്ത്യൻ കോപ്പറേറ്റീവ് യൂണിയൻ്റെ പേര് മാറ്റി. ഇത് ഏതാ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് 1942. NSU രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1942. ഓർമ്മയിൽ വയ്ക്കണം. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. NCUIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂ ഡൽഹിയാണ്. ഇനി മെമ്പർഷിപ്പ് എങ്ങനെയാണ് NCUIക്ക് വരിക? ഓൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, എല്ലാ സംസ്ഥാന സഹകരണ യൂണിയനുകളും മെമ്പർമാരായിരിക്കും. സ്റ്റേറ്റ് ആൻഡ് നാഷണൽ ലെവൽ ഫെഡറേഷനുകൾ, നമുക്ക് ഒരുപാട് ഫെഡറേഷനുകളുണ്ട്. നിങ്ങൾ നാഫഡ് അങ്ങനെ എല്ലാ ഫെഡറേഷനുകളും അംഗങ്ങളായിരിക്കും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ RBI, സെൻട്രൽ ഗവൺമെൻറ്റും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അംഗങ്ങളായിരിക്കും. ഇതിൽ പ്രസൻറ്റ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് 217 മെമ്പർമാരുണ്ടെന്നാണ് പറയുന്നത്. 217 മെമ്പർഷിപ്പ് ഇന്ന് NCUIക്ക് ഉണ്ട്. ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ആദ്യത്തെ വലിയ ബോഡി എന്ന് പറഞ്ഞാൽ ജനറൽ ബോഡിയാണ്. രണ്ടാമത് ഗവേണിംഗ് കൗൺസിൽ, മൂന്നാമത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി, നാലാമത് ഫങ്ഷണൽ കമ്മിറ്റി. അപ്പോൾ ആദ്യത്തെ ജനറൽ ബോഡിയാണ് ഏതൊരു സംവിധാനത്തിൻ്റെയും സുപ്രീം അതോറിറ്റി. ഇവിടെയും സുപ്രീം അതോറിറ്റി ജനറൽ ബോഡിയാണ്. അതിൽ അവർ മീറ്റ് വൺസ് എ ഇയർ, ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും ഒരു മീറ്റിംഗ് കൂടണം, ജനറൽ ബോഡി കൂടണം. ഇവരാണ് ഈ NCUവിൻ്റെ പ്രോഗ്രാമുകൾ, പോളിസികൾ, മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ്, സഹകരണ മേഖലയുടെ വികസനം. കാലാവധി 3 വർഷം. ഒരു ജനറൽ ബോഡിക്ക് ഉണ്ടാകുന്ന കാലാവധി 3 വർഷം. അപ്പോൾ ഓർത്ത് വയ്ക്കണം, 3 വർഷമാണ് ജനറൽ ബോഡിയുടെ കാലാവധി. ഇനി ഗവേണിംഗ് കൗൺസിൽ, ഗവേണിംഗ് ബോഡി ലെറ്റ്, ഈ ജനറൽ ബോഡിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന സംവിധാനമാണ് ഗവേണിംഗ് ബോഡി. പീരീഡ് 5 വർഷമാണ്. ഫങ്ഷണൽ കമ്മിറ്റിയാണ്, അതായത് NCUIയുടെ ഫങ്ഷണൽ കമ്മിറ്റി എന്ന് പറയുന്നത് ഗവേണിംഗ് ബോഡി ആയിരിക്കും. ഫിനാൻസ് കമ്മിറ്റി, പബ്ലിസിറ്റി കമ്മിറ്റി, ട്രെയിനിങ് കമ്മിറ്റി, അങ്ങനെ ഒരുപാട് കമ്മിറ്റികൾ ഇതിൻ്റെ താഴെ ഉണ്ടാകും. പ്രസിഡൻ്റാണ് ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. ഇതിന് അഡീഷണലായിട്ട് പ്രസിഡൻ്റ് ഉണ്ടാകും. 5 റീജിയണൽ ഓഫീസുകളുണ്ട്. അതിൽ ഓരോന്നിനും വൈസ് പ്രസിഡൻറ്റിന് ചാർജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയേണ്ടത് പ്രസിഡൻ്റ് ആയിരിക്കും NCCTയുടെ ചെയർമാൻ. അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അതായത് NCUIയുടെ പ്രസിഡൻ്റാണ് NCCTയുടെ ചെയർമാൻ പോസ്റ്റിൽ കൂടി വരിക. ഗവേണിംഗ് കൗൺസിൽ ആൻഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓഫ് NSU കൺസിസ്റ്റ് 15 മെമ്പേഴ്സ്. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ഗവേണിംഗ് കൗൺസിലിൽ 15 അംഗങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ്. 15 മെമ്പേഴ്സ് എന്നുള്ളതാണ്. ദ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഷാൽ ബി ഇലക്റ്റഡ് ബൈ ഗവേണിംഗ് കൗൺസിൽ. ഗവേണിംഗ് കൗൺസിലാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇനി ഈ NSUവിൻ്റെ ഒരു സൂപ്പർ മോട്ടോ വാക്കുണ്ട്. അതെന്താ? ടു മേക്ക് ദ വോയിസ് ഓഫ് കോപ്പറേഷൻ ആസ് സ്ട്രോങ് ആസ് എവർ. അവരുടെ മോട്ടോ ആണ്, അവരുടെ വോയിസ് ആണ്, അല്ലെങ്കിൽ വേർഡ്സ് ആണ്. ടു മേക്ക് ദ വോയിസ് ഓഫ് കോപ്പറേഷൻ ആസ് സ്ട്രോങ് ആസ് എവർ എന്നുള്ളതാണ്. ഇതിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നോക്കുകയാണെങ്കിൽ പൈലറ്റ് ആൻഡ് എപ്പെക്സ് ഏജൻസി, അതായത് രാജ്യത്തെ ഏറ്റവും വലിയ തലപ്പത്തുള്ള സ്ഥാപനമാണ് NCUI എന്നുള്ളത്. ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം, സഹകരണ മേഖലയെക്കുറിച്ചുള്ള ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് ഇവരുടെ ഉത്തരവാദിത്തത്തിൽപ്പെടും. നാഷണൽ ലെവൽ സ്പോക്ക്മാൻ, അതായത് സഹകരണ മേഖലയെക്കുറിച്ച് നാഷണൽ ലെവലിൽ പറയാനുള്ള ഒരു സ്പോക്ക്മാൻ ആയിരിക്കും.
ഇവർ കോൺഫറൻസുകൾ, സെമിനാറുകൾ, വർക്ക് ഷോപ്പുകൾ, മീറ്റിങ്ങുകൾ, കോൺഗ്രസ്സുകളൊക്കെ സംഘടിപ്പിക്കും സഹകരണ മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി. അഡ്വൈസ്, അസിസ്റ്റ് ആൻഡ് ഹെൽപ്പ്, ആവശ്യമായ ഗൈഡ് നൽകും, അസിസ്റ്റ് നൽകും, ഹെൽപ്പ് നൽകും. ഡെമോക്രാറ്റിക് ക്യാരക്ടർ, അതായത് തികച്ചും ജനാധിപത്യപരമായ സംവിധാനമാണ് ഇതിനുള്ളത്. ആൻഡ് കൺസൾട്ടൻസി സർവീസസ്, പിന്നെ മറ്റു കൺസൾട്ടൻസി സർവീസസ് നടത്തും. ദ കോർപ്പറേഷൻ ആൻഡ് ദ കോർപ്പറേഷൻ റിവ്യൂ ആർ ദി പബ്ലിഷ് ഓഫ് NCUI. ഇനി NCUIക്ക് 2 സംവിധാനങ്ങൾ കൂടിയുണ്ട്. നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ആൻഡ് നാഷണൽ സെൻറ്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. ഇനി നമ്മൾ നോക്കേണ്ടത് NCCT, അതാണ് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. NCCT എന്നാ സ്ഥാപിച്ചത്? 1976. നോട്ട് ചെയ്ത് വയ്ക്കുക, 1976. NCCT വന്ന് 1976 NCCT നിലവിൽ വന്ന് 1 ജൂലൈ. റെക്കമെൻഡഡ് ബൈ, ആര് റെക്കമെൻഡ് ചെയ്തു? ഡോക്ടർ MS സ്വാമിനാഥൻ കമ്മിറ്റി. ഡോക്ടർ MS സ്വാമിനാഥൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് NCCT. NCCയുടെ പ്രത്യേകത എന്താ? ഓൺ ബൈ NCUI, ഫുൾ ഓണർഷിപ്പ് ഇവരുടെ കയ്യിലാണ്. പക്ഷേ അപ്രൂവ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇവർ നടത്തുന്ന കോഴ്സുകൾക്ക്, ട്രെയിനിങ്ങുകൾക്കൊക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ ഉണ്ടായിരിക്കും. ഇവർ ഏത് മേഖലയെക്കുറിച്ചാണ്? ഓർഗനൈസിങ്, ഡയറക്ഷൻ, മോണിറ്ററിങ്, ഇവാലുവേറ്റിംഗ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് ട്രെയിനിങ് ഫോർ എംപ്ലോയീസ് ആൻഡ് പേഴ്സണൽ വർക്കിംഗ് ഇൻ കോപ്പറേറ്റീവ് സെക്ടർ ഇൻ ദ കൺട്രി. ഈ രാജ്യത്ത് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആവശ്യമായ എല്ലാ ട്രെയിനിങ് ഫെസിലിറ്റീസും അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതും മേൽനോട്ടം വഹിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും ഒക്കെ ഈ പറയുന്ന NCCയുടെ ഉത്തരവാദിത്തത്തിൽ വരും. ഡയറക്ടർ ജനറലാണ് CEO. ഇതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് DJ ആണ്. DJ എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ജനറൽ ആയിരിക്കും. ഈ DJക്ക് വേറെ പ്രത്യേകത, അദ്ദേഹം NCUIയുടെ CEO ആയിരിക്കും. NCUIയുടെ CEO ആണ് ഇവിടുത്തെ ആരായിട്ട് വരിക? ഡയറക്ടർ ജനറലായിട്ടും കൂടി നിയമിക്കുക. 2 പോസ്റ്റ് ആൾ തന്നെയാണ് ഡീൽ ചെയ്യുക. പ്രസൻറ്റ് കൗൺസിലിൽ 30 മെമ്പർമാരുണ്ട്. പ്രസിഡൻ്റ് എന്ന് പറയുന്നത് NCCTയുടെ പ്രസിഡൻ്റ് ഓഫ് NSU. NSUവിൻ്റെ പ്രസിഡൻറ്റ് ഇതിൻ്റെ ചെയർമാനായിരിക്കും. അതാണ് വേറൊരു ബന്ധം. ഇനി ഇതിലെങ്ങനെയാണ് മെമ്പർഷിപ്പ് കിട്ടുക? ഒന്ന്, റെപ്പ് ഓഫ് നാഷണൽ ഫെഡറേഷൻ, രാജ്യത്തെ നാഷണൽ കോപ്പറേറ്റീവ് ഫെഡറേഷനിൽ എല്ലാവർക്കും ഇതിൽ അംഗങ്ങളാകാം. റെപ്പ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, സംസ്ഥാന സഹകരണ യൂണിയനിൽ ഇതിൽ അംഗമുണ്ടാകും. പിന്നെ നാഷണൽ സ്റ്റേറ്റ് ലെവൽ ഫെഡറേഷനുകളുടെ CEOമാർ ഇതിൽ അംഗങ്ങളായിരിക്കും. നോമിനി, പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നോമിനേറ്റ് ചെയ്യുന്ന നോമിനി ഉണ്ടാകും. NCDCയുടെ MD ഉണ്ടാകും. RBIയുടെ റപ്പ് ഉണ്ടാകും. ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റിസർച്ചിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാകും. VL മേത്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാകും. അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാകും. UGCയുടെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാകും. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ IMൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാകും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അപ്ലൈഡ് മാൻ പവർ റിസർച്ചിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാകും. അതേപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറി ഫോർ കോർപ്പറേഷൻ ഇതിൽ അംഗമായിരിക്കും. പിന്നെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുനിന്ന് സംസ്ഥാന സഹകരണ വകുപ്പ് രജിസ്ട്രാർ ഇതിൽ അംഗമാകും. അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും റൊട്ടേറ്റ് ചെയ്താണ് അവസരം കിട്ടുക എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് NCCT ആയിരിക്കും. ഇതിന് 3 കമ്മിറ്റിയാണ്. ഒന്ന് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫിനാൻസ് കമ്മിറ്റി, 2 അക്കാദമിക് ആൻഡ് പബ്ലിക്കേഷൻ സബ് കമ്മിറ്റി, 3 റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റി. ഈ കമ്മിറ്റികളാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. 2 ലെവൽ ട്രെയിനിങ് ആണ് NCCT നൽകുക. ഒന്ന് കോർപ്പറേറ്റ് ലെവൽ എന്നാണ് അറിയപ്പെടുന്നത്. കോർപ്പറേറ്റ് ലെവൽ എന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനിങ്. പ്രത്യേകം ശ്രദ്ധിക്കണം, കോർപ്പറേറ്റ് ലെവൽ ട്രെയിനിങ് എന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനിങ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവൽ, അത് എല്ലാ ട്രെയിനിങ്ങും ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവലിലാണ് നൽകുക. ഇനി ഫങ്ഷൻസ് ഓഫ് NCCT. NCCയുടെ ഫങ്ഷൻസ് ടു ഫോർമുലേറ്റ് ഓവറോൾ പോളിസീസ് ആൻഡ് പ്ലാൻസ്. നമ്മുടെ രാജ്യത്ത് സഹകരണ മേഖലയുടെ നയങ്ങൾ, രീതികളൊക്കെ ഉണ്ടാക്കേണ്ടത്, നടപ്പാക്കേണ്ടതൊക്കെ ഇവരുടെ ഉത്തരവാദിത്തമാണ്. ടു ഓർഗനൈസ് ആൻഡ് ഡയറക്റ്റ് അറേഞ്ച്മെൻറ്റ്, സഹകരണ മേഖലയ്ക്ക് ആവശ്യമായ അറേഞ്ച്മെൻറ്റ് സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുക. ടു ഐഡൻറ്റിഫൈ ദ പ്രോബ്ലംസ് കണ്ടെത്തുക.
ഏരിയാസ് ആൻഡ് റിസർച്ച്. എവിടെയാണ് സഹകരണ മേഖലയിൽ പ്രോബ്ലം ഉണ്ടാകുക, ആ പ്രോബ്ലം കണ്ടെത്തുക, റിസർച്ച് നടത്തുക, അതാവശ്യമായ രീതിയിൽ സോൾവ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക. ടു അറേഞ്ച് ട്രെയിനിങ് ഓഫ് ടീച്ചിങ് സ്റ്റാഫ്. സഹകരണ മേഖലയുടെ ടീച്ചേഴ്സിന് ആവശ്യമായ ട്രെയിനിങ് ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യുക. ടു എൻഷുവർ ഹൈ അക്കാദമിക് സ്റ്റാൻഡേർഡ്. വെറുതെ സഹകരണ മേഖലയിൽ പഠനം ഉണ്ടായാൽ മാത്രം പോരാ, അതിന് നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടാകണം, ക്വാളിറ്റി ഉണ്ടാകണം, നല്ല സ്കിൽ ഉണ്ടാക്കുന്നത് വേണം. ടു ആക്ട് ആസ് എ ലൈസൺ ഇൻസ്റ്റിറ്റ്യൂഷൻ. ലൈസൺ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിലുള്ള സ്ഥാപനത്തെ പോലെ പ്രവർത്തിക്കുക. കൺസൾട്ടൻസി സർവീസ് ആൻഡ് മാനേജ്മെൻറ്റ് സ്ട്രക്ചർ, ഇതാണ് അവർക്കുള്ളത്. ഇനി ഇതിൽ ഓരോന്നിനെ കുറിച്ചാണ് നമ്മൾ നോക്കേണ്ടത്. ആദ്യം ട്രെയിനിങ് സ്ട്രക്ചർ ഓഫ് NCCT. NCCTക്ക് 3 ടയർ സിസ്റ്റമാണ്, 3 വിങ് ആണ് ഉള്ളത്. 3 ടയർ സിസ്റ്റം, 3 ടയർ സിസ്റ്റമാണ് NCCTക്ക് ഉള്ളത്. ആദ്യത്തെ വെമാനിഗോം അറ്റ് അപ്പെക്സ് ലെവൽ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് മിഡിൽ ലെവൽ, കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റർ ഫോർ ജൂനിയർ പേഴ്സണൽ ലെവൽ. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ് വെമാനിഗോം എന്ന് പറയുന്നതാണ്. അതായത് വൈകുണ്ഠ് മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, അതാണ് ഫുള്ള് പേര്. വൈകുണ്ഠ് മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് വെമാനിഗോം. നമ്മുടെ NCCTയുടെ തലപ്പത്ത് താഴെ ഏറ്റവും തലപ്പത്ത് വരുന്ന ബോഡി എന്ന് പറയുന്നത് ഇവരാണ്. 1966 ഏപ്രിലാണ് സ്ഥാപിച്ചത്. നമ്മൾ നോക്കണം ഒറിജിനൽ നെയിം. തുടങ്ങുമ്പോൾ അതിൻ്റെ പേരെന്ത് പറഞ്ഞാൽ നാഷണൽ കോപ്പറേറ്റീവ് കോളേജ് ആൻഡ് റിസർച്ച് സെൻറ്റർ എന്നാണ് തുടങ്ങുന്ന സമയത്ത് പേരുണ്ടായിരുന്നത്. പിന്നീട് 2 സ്ഥാപനങ്ങൾ അമാൽഗമേറ്റ് ചെയ്തു. ഒന്ന് നാഷണൽ കോപ്പറേറ്റീവ് കോളേജ് ആൻഡ് ട്രെയിനിങ് സെൻറ്ററും മുംബൈ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ്. അതിനവർ പറയുന്നത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ഫോർ കൺസ്യൂമർ സ്റ്റോർ എന്നാണ്. 2 സ്ഥാപനങ്ങളെയും കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയ സ്ഥാപനമാണ് വൈകുണ്ഠ് മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. ഇത് ആരംഭിച്ച 1966 ആണെന്ന് പറഞ്ഞു. ഈ വൈകുണ്ഠ് മേത്ത എന്ന് പറയുന്ന വ്യക്തി ബോംബെയിലെ വലിയൊരു ഡെമോക്രാറ്റിക് ലീഡറും നല്ലൊരു സഹകാരിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഗവൺമെൻറ് അത് കൊടുത്തിരിക്കുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ അല്ല, മഹാരാഷ്ട്രയിലെ പൂനെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. വെമാനിഗോമിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പൂനെ ആണ്, മഹാരാഷ്ട്ര. അപ്പോൾ ഇവരുടെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കണം. അതായത് ഇവർ കൊടുക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാം. ഒന്നാമത്തെ ട്രെയിനിങ് പ്രോഗ്രാമിനെ അവർ പറയുന്നത് PGDBA. ഒന്നാമത്തെ ട്രെയിനിങ് പ്രോഗ്രാമിന് പറയുന്നത് PGDBA. അതിൻ്റെ അർത്ഥം എന്താ? പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് എഴുതാനുള്ള കഴിവുണ്ടാകണം. ഇത് പറയുന്നുണ്ട് MBAക്ക് ഈക്വലൻ്റായ ഡിഗ്രിയാണ്. ഈക്വലൻ്റ് ടു MBA ആൻഡ് അപ്രൂവ്ഡ് ബൈ AICT. AICT എന്താണെന്ന് എല്ലാവർക്കറിയാം, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷനാണ്. IICയുടെ അപ്രൂവലുള്ള MBAക്ക് തുല്യമായ കോഴ്സാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് പറയുന്നത്. രണ്ടാമത് ഡിപ്ലോമ കോഴ്സ് ഇൻ കോപ്പറേറ്റീവ് ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഡിപ്ലോമ കോഴ്സ് ഇൻ കോപ്പറേറ്റീവ് ബിസിനസ് മാനേജ്മെൻറ്റ്, അതായത് സഹകരണ മേഖലയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് വേണ്ടി കൊടുക്കുന്ന ട്രെയിനിങ് ആണ്. അതിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ അംഗീകാരമുണ്ട്. ഡിപ്ലോമ കോഴ്സ് ഇൻ കോപ്പറേറ്റീവ് ബിസിനസ് മാനേജ്മെൻറ്റ്. മൂന്നാമത് മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അതായത് സഹകരണ മേഖലയിലെ എംപ്ലോയീസിനും എക്സിക്യൂട്ടീവിനും മാർക്കറ്റിംഗ്, ക്രെഡിറ്റ്, ബാങ്കിങ്, അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ്, മാനേജ്മെൻറ്റ് എന്നീ മേഖലകളിൽ കഴിവുണ്ടാകുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ സംവിധാനം. അതിന് 2 യൂണിറ്റുകളാണ് അവരുണ്ടാക്കിയത്. ഒന്ന് റിസിം, അതിന് പറയുന്ന പേരെന്താ? റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. പിന്നെ പറയുന്നത് എന്താ? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, ICM എന്ന് പറയുന്ന 2 സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ റിസിം എന്ന് പറയുന്ന സംവിധാനം കൗൺസിൽ ഓഫ് NCCയുടെ കീഴിലാണ്. മിഡിൽ ലെവൽ ട്രെയിനിങ് സെൻ്ററാണ്. മിഡിൽ ലെവൽ പേഴ്സണൽ ഓഫ് കോപ്പറേറ്റീവ് ആൻഡ് ഓഫീസേഴ്സ്, അതായത് മിഡിൽ ലെവലിലുള്ള സ്റ്റാഫിന് ട്രെയിനിങ്ങും സംവിധാനങ്ങളും ഒക്കെ കൊടുക്കുന്നത് റിസിമാണ്. പ്രസൻറ്റ് 20 ICM ഇന്ത്യയിലുണ്ട് എന്നാണ് അവർ പറയുന്നത്.
അവർ കൊടുക്കുന്നത് കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ്, ബാങ്കിങ്, കൺസ്യൂമർ, ഇൻഡസ്ട്രിയൽ, കൊയർ, ഹാൻഡ്ലൂം, ഫിഷറീസ് എന്ന മേഖലകളിലൊക്കെ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ് അടുത്തായിട്ട് വരുന്നത്. അതാണ് നമുക്ക് നോക്കേണ്ടത്. SCU, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. ഇത് കേരളത്തിൽ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് KCS, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1969, 1969 ആക്ട് പ്രകാരമാണ് ഇത് ഉണ്ടാക്കിയത്. നിലവിൽ വന്ന വർഷം 1970. ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം, ഹെഡ് ക്വാർട്ടേഴ്സ് TVM തിരുവനന്തപുരം. അപ്പോൾ ആ ആക്ട് ചോദിച്ചാൽ 1969, നിലവിൽ വന്ന വർഷം നോക്കിയാൽ 1970. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് തിരുവനന്തപുരം, ഫുള്ള് പേര് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. നമ്മൾ പൊതുവായിട്ട് പറയുമ്പോൾ SU എന്ന് പറഞ്ഞാലും കേരളം വരുമ്പോൾ കെയും കൂടി ചേർക്കേണ്ടി വരും. ഇനി ഇതാണ് സംസ്ഥാനത്തെ സഹകരണ മേഖലയുടെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. അഡീഷണൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് ആണ് ഇതിൻ്റെ ഒഫീഷ്യോ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യാറ്. അതായത് അഡീഷണൽ രജിസ്ട്രാർ AR ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇതിൻ്റെ ഒഫീഷ്യോ പോസ്റ്റിൽ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഫങ്ഷൻസ് ഓർഗനൈസ്, അസിസ്റ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്, സഹകരണ മേഖലയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഓർഗനൈസ് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടു ഓർഗനൈസ് കോപ്പറേറ്റീവ് ട്രെയിനിങ് പ്രോഗ്രാം, അതായത് സഹകരണ മേഖലയിലുള്ള സ്റ്റാഫിനും മാനേജ്മെൻറ്റിലിരിക്കുന്നവർക്ക് ട്രെയിനിങ് പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ടു സ്പ്രെഡ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, സംസ്ഥാനത്ത് ആകമാനം കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ വ്യാപിപ്പിക്കുക. വൈഡ് സ്പ്രെഡ് പ്രൊപ്പഗണ്ട ഫോർ കോപ്പറേറ്റീവ് ഐഡിയോളജി ആൻഡ് ഫിലോസഫി, അതായത് നമ്മുടെ സംസ്ഥാനത്ത് മുഴുവൻ സഹകരണ മേഖലയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, പ്രവർത്തനത്തെക്കുറിച്ച്, മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യാപകമായിട്ട് പ്രചരണം നടത്തുക. കണ്ടക്ട് സെമിനാർ ആൻഡ് കോൺഫറൻസ് ആൻഡ് നോഡൽ ഏജൻസി ഫോർ കോപ്പറേഷൻ, നമുക്കറിയാം കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന് നോഡൽ ഏജൻസിയാണ് SCU. കോപ്പറേറ്റീവ് മെമ്പർ എഡ്യൂക്കേഷൻ, എല്ലാ അംഗങ്ങൾക്കും എഡ്യൂക്കേഷൻ കൊടുക്കുക. ആൻഡ് കോപ്പറേറ്റീവ് ജേണൽ പബ്ലിക്കേഷൻ, സഹകരണ മേഖലയുടെ പ്രാധാന്യം പ്രൊപ്പഗണ്ട ഫേമസ് ആകുന്നതിന് വേണ്ടി പബ്ലിക്കേഷൻസ് നടത്തുക. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമുണ്ട്, പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷം കൂടി ഉണ്ടായ ഒരു ടോപ്പിക്കാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ പേര് KICMA, കിസ്മ എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ്. കിസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പേര് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പഠന സംവിധാനം ഉണ്ടാക്കി. ഇത് ഉണ്ടാക്കിയത് നമുക്ക് ഏറ്റവും ഫേമസ് ആയ ഒരു സ്ഥലത്താണ്. ആ സ്ഥലത്തെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറയാം. ഇനി ഇതിൻ്റെ മാനേജിങ് കമ്മിറ്റി, അതായത് നമ്മൾ പറഞ്ഞു വന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഒരു സംവിധാനമാണ്. അതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി ആൻഡ് ജനറൽ ബോഡി എന്ന് പറഞ്ഞ ഡെമോക്രാറ്റിക് ബേസിസ് ആണ്. അപ്പോൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിൽ നിലവിൽ 20 അംഗങ്ങളുണ്ട്. 20 ആണ് അതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി. അതിൽ റപ്പ് ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ റപ്പ് ഇതിൻ്റെ ഭാഗമായിരിക്കും. മെമ്പേഴ്സ് ഓഫ് എപെക്സ് സൊസൈറ്റി, എല്ലാ എപെക്സ് ബോഡികളുടെ സൊസൈറ്റികളുടെയും മെമ്പേഴ്സിൽ അംഗങ്ങളായിരിക്കും. ആൻഡ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് റപ്പിനെ വയ്ക്കാം, നോമിനേറ്റ് ചെയ്യാം. സെൻട്രൽ സൊസൈറ്റിക്ക് റപ്പിനെ നിയമിക്കാം. പിന്നെ സംസ്ഥാന സഹകരണ വകുപ്പ് സെക്രട്ടറി എന്ന് പറയുന്ന അഡീഷണൽ രജിസ്ട്രാർ ഇതിൻ്റെ സെക്രട്ടറി ആയിട്ട് വരും. ഇതിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 5 വർഷമാണ്. ഇതിൻ്റെ കാലാവധി 5 ഇയർ ആണ്. ഹെഡ് എന്ന് പറയുന്ന ചെയർമാനാണ്. കോറം എന്ന് പറയുന്നത് 12. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം SUവിൽ ഉണ്ടാകുന്നത് 20 അംഗങ്ങളാണെന്ന് പറഞ്ഞു. ആ 20 അംഗങ്ങൾ എങ്ങനെ വരുന്ന മാനേജിങ് കമ്മിറ്റി? ഒന്ന് സഹകരണ കോപ്പറേറ്റീവ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് അംഗങ്ങളായിരിക്കും. അതുമാതിരി അപെക്സ് സൊസൈറ്റികളുടെ റെപ്രസെൻറ്റേറ്റീവ് ഇതിൽ വരും. അതുമാതിരി ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് വരും. സെൻട്രൽ സൊസൈറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ് വരും. സംസ്ഥാന സഹകരണ വകുപ്പ് അഡീഷണൽ രജിസ്ട്രാർ ഇതിൻ്റെ സെക്രട്ടറി ആയിട്ട് അതിൽ വരും. ഇത്രയും അംഗങ്ങൾ അടങ്ങുന്ന 20 അംഗ കമ്മിറ്റിയാണ് സംസ്ഥാന സഹകരണ യൂണിയൻ്റെ മാനേജിംഗ് കമ്മിറ്റി. 5 വർഷമാണ് കാലാവധി. ഒരാളെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെടും. 20ൽ 12 പേരാണ് കോറം എന്ന് പറഞ്ഞാൽ 12 പേര് വന്നാൽ മാത്രമേ മീറ്റിംഗ് കൂടാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ്. ഇനി ഇവർക്ക് ചെയർമാനാണ് എല്ലാ കാര്യങ്ങളുടെയും പ്രിസൈഡിങ് ഓവർ. പ്രിസൈഡിങ് ഓവർ എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതും ചെയർമാനാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഇതിൽ എങ്ങനെയാണ് സംസ്ഥാന സഹകരണ യൂണിയന് ഫണ്ട് ഉണ്ടാകുക? ഒന്ന് അപ്ലിക്കേഷൻ ഫീസ്.
2 എഡ്യൂക്കേഷൻ ഫണ്ട്, പിന്നെ ഗ്രാൻഡ് ഫ്രം സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്, ഡൊണേഷൻ ഫ്രം കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ, സബ്സ്ക്രിപ്ഷൻ ഫ്രം പബ്ലിക്കേഷൻസ് ആൻഡ് ഇൻകം ഫ്രം ട്രെയിനിങ് കോളേജ് ആൻഡ് ട്രെയിനിങ് സെൻറ്റേഴ്സ്. ഇതിൽ വേറൊരു പ്രത്യേകം ഞാൻ പറഞ്ഞു, എഡ്യൂക്കേഷൻ ഫണ്ട്. എഡ്യൂക്കേഷൻ ഫണ്ട് എല്ലാ സഹകരണ സ്ഥാപനങ്ങളും നിർബന്ധമായിട്ട് ഉണ്ടാക്കണം. അത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂള് 53, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ടേമാണ്. റൂള് 53 പ്രകാരം എല്ലാ സ്ഥാപനങ്ങളും നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം? നവംബർ മാസത്തിൽ ഫൈക്കോ അക്കാദമി ആരംഭിക്കാൻ പോകുന്ന പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളെയും മറ്റ് നിങ്ങളുടെ പരിചയക്കാരെയും ഞങ്ങളുടെ ക്ലാസ്സുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൂടി ഇതിൻ്റെ ഫൈക്കോ അക്കാദമിയുടെ ഒരു ഭാഗമാക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. നന്ദി, നമസ്കാരം. ഫൈക്കോ അക്കാദമി, ഫസ്റ്റ് ഫ്ലോർ, PV കോംപ്ലക്സ്, സിവിൽ ലൈൻ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഫോൺ 9946 999 460, 9946 999 461.